നാട്ടിലൊക്കെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മിക്കപ്പോഴും തന്നെ പാൻകേക്ക് ആയിരിക്കും. നമുക്ക് സാധാരണയായിട്ട് ദോശ, രണ്ടും ഒന്ന് തന്നെയാണ്. പാനിൽ തന്നെയല്ലേ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ഉണ്ടാക്കുന്നതിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദോശ ചുടാൻ എത്ര സമയം വേണം? ആകെ ഒരു മിനിറ്റ് കൊണ്ടിട്ട് നമുക്കൊരു ദോശ ചുട്ടെടുക്കാം അല്ലേ? പക്ഷേ അതിൻ്റെ പിറകിൽ കുറേ അധികം വർക്ക് ഉണ്ട്. പക്ഷേ പാൻകേക്ക് ആണെങ്കിൽ മൊത്തത്തിലൊരു 5 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബനാന പാൻകേക്കാണ്. ഇതൊരു വെജിറ്റേറിയൻ പാൻകേക്ക് കൂടിയാണ്. സോ മുട്ടയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടിട്ട് വെജിറ്റേറിയൻസിനും ഉണ്ടാക്കിയെടുക്കാം. ഈ പാൻകേക്ക് നമുക്ക് വേണമെങ്കിൽ ഹണിയുടെ കൂടെ കഴിക്കാം, മീപ്പിൾ സിറപ്പിൻ്റെ കൂടെ കഴിക്കാം, അതും അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെ കഴിക്കാം. ചിലർക്ക് മധുരം ഒട്ടും ഇഷ്ടമല്ലായിരിക്കും അല്ലേ? അവർക്കത് വെറുതെയും കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബനാന പാൻകേക്ക്. ബിസ്ക്കറ്റ് പാൻകേക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് മതി ഇതിന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. എന്നെപ്പോലെ പാത്രം കഴുകാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ മിക്സിയുടെ മീഡിയം സൈസുള്ള ജാർ എടുക്കുക. അതിലേക്ക് 250 ml മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഇതിന് പകരം ആട്ട അഥവാ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 250 ml എടുക്കുകയാണെങ്കിൽ അതിൽ 4 പാൻകേക്കാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര അളവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മൈദയുടെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഡബിളാക്കി കൊടുത്താൽ മതി. ഈ കപ്പില്ലാന്നുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന വലിയ ഗ്ലാസ്സിൽ അളന്നാൽ മതി, കറക്റ്റായിരിക്കും. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ. നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുമല്ലോ, അതാണ് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ, ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പത്തിലൊക്കെ ചേർക്കുന്നത്, അത് ഇത്രയും അളവിൽ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, ഈ മിക്സിങ് കാണിക്കുന്ന അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഷുഗറാണ്. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂണോളം ബ്രൗൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗറും യൂസ് ചെയ്യാം കേട്ടോ. ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, വണ്ണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം. അപ്പോൾ ബ്രൗൺ ഷുഗർ 4 ടേബിൾ സ്പൂൺ ചേർത്തു എന്ന് വെച്ചാലും ഭയങ്കര മധുരമൊന്നും വരില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ മധുരത്തെ ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, പൗഡർ ഫോമിലുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ഏലക്ക കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പഴമാണ്. അത് റോബസ്റ്റ് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഫിലിപ്പൈൻകാരുടെ പഴമാണ്. നമുക്ക് നാടൻ പഴമായാലും മതി, ചെറുപഴം എടുത്താലും മതി കേട്ടോ. ഏത്തപ്പഴം എടുക്കരുത്, ചെറുപഴം എടുക്കുക, അല്ലെങ്കിൽ റോബസ്റ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കൈ കൊണ്ടങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. നമ്മൾ കേക്കൊക്കെ കഴിക്കുന്ന അതേപോലെ നല്ല സ്മെല്ലായിരിക്കും. ഇനി ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെള്ളമല്ല, പാലാണ്. അപ്പോൾ പാല് ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാറിച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക. ചെറിയ ചൂടാണെങ്കിലും നല്ലതാണ്. ചെറിയ ചൂട് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട. ഞാൻ 1 ഗ്ലാസ് പാല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമുക്ക് നോക്കാം അരഞ്ഞിട്ടുണ്ടോ എന്ന് കേട്ടോ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം അരഞ്ഞിട്ടൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക് സ്പൂൺ വെച്ചിട്ട് കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്ന്. അതെ, കൺസിസ്റ്റൻസി കറക്റ്റാണ്. കറക്റ്റായിട്ട് ഇതുപോലെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വരണം. നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ, നോർമലായിട്ടുള്ള ദോശയുടെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാലെടുത്ത ഗ്ലാസ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത്, ഏതെങ്കിലും ഗ്ലാസ് എടുക്കുക, ഒരു സ്പൂൺ ഇതുപോലെ വച്ചു കൊടുക്കുക, എന്നിട്ട് അതിൽ കൂടി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ പുറത്തൊന്നും പോകാതെ നന്നായിട്ട് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഈ മാവ് നോക്കുവാണെങ്കിൽ 2 ഗ്ലാസ് മാവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഗ്ലാസ്സിലെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു
പാൻ എടുത്തിട്ട് നമുക്ക് വയ്ക്കാം. പാൻ കേക്കിൻ്റെ മെയിൻ പാനാണല്ലോ. നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ നിന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഇതുപോലെ വട്ടത്തിലാവും. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ കയ്യിലൊന്നും ഉപയോഗിച്ച് പരത്തുമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹോൾസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കുറച്ച് നമ്മൾ ഫ്ലെയിം വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും, ഉള്ളിൽ വേവില്ല. അപ്പോൾ ഇതിൽ ഹോൾസൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് വേവിക്കാം. 1 മിനിറ്റ് മാത്രം മതി. നല്ല വലിയ ഹോൾസൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവും. ദോശയും അപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ ആവും. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തോരനൊന്നും വയ്ക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും. ഞാനിത് അതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് കുറച്ച് പാട് തിരിക്കാനായിട്ട്. ഇനി അങ്ങനെ പാടുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ നെയ്യോ എണ്ണയോ ഒക്കെ തേച്ച് കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാൻ അല്ല യൂസ് ചെയ്യുന്നത് എങ്കിലും ഇതുപോലെ ബട്ടറോ എണ്ണയൊക്കെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനത് തിരിച്ചിട്ടിട്ടുണ്ട്. നല്ല പോലെ നമ്മുടെ പാൻ കേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളർ കാണുമ്പോഴാണല്ലോ നമ്മൾ എപ്പോഴും പറയാം പാൻ കേക്ക് എന്ന് പറയാം. അപ്പോൾ ഇനി തിരിച്ചിട്ടിട്ട് പിന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് കൂടി വന്നാൽ 1 മിനിറ്റ് അതും വേവിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു കളറിലോട്ട് അത് വരില്ല കേട്ടോ. ഇതുപോലെ ആയിരിക്കും വരിക. എന്നാൽ മാത്രമേ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ജസ്റ്റ് അതങ്ങ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഞാൻ 4 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലെ മാവ് തീരുമ്പോൾ വീണ്ടും ഒഴിച്ച് വീണ്ടും 2 എണ്ണം ഉണ്ടാക്കി. അങ്ങനെ 4 എണ്ണം ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നല്ല പഴത്തിൻ്റെ ടേസ്റ്റൊക്കെയുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നുമില്ല, അവരെപ്പോഴും കഴിക്കും. ചായയുടെ സമയത്ത് കഴിക്കാറുണ്ട്. അതുപോലെ ഡിന്നറിന് വരെ ഇവർ ഈ പാൻ കേക്ക് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ചോക്ലേറ്റൊക്കെ അപ്ലൈ ചെയ്ത് ഞാനിപ്പോൾ തന്നെ കഴിക്കുവാണ്. പിന്നെ ബാക്കിയുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ പോയി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആകെ ഒരു 5 മിനിറ്റിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ഈ ഒരു പാൻ കേക്കിന് എപ്പോൾ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye bye.